എടാ ഇപ്പോഴാണ് ഈ വീട് ശരിക്കും ഒരു കല്യാണ വീടായത്. ഇങ്ങോട്ട് അടങ്ങി നില്ല്. കയറി വരുമ്പോ ഉണ്ടല്ലോ നാട്ടുകാരൊക്കെ കയറി വരുമ്പോൾ ഭയങ്കര ഒരു ഗുമ്മ് കേട്ടാ. ഭയങ്കര രസം. നീട്ട പാട്ടുണ്ടല്ലോ, ഈ തുടക്കം മാംഗല്യം അത് ഓക്കെ, പിന്നെ ജീവിതം അത് ഓക്കെ, പിന്നെ പറഞ്ഞ സംഭവം എന്തിനാണ്? നാളെ പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണം. ഒന്നും അറിഞ്ഞൂടാത്ത പോലെ പിന്നെ കാട്ടാക്കടത്ത് വായിക്കല്ലേ അറിയാം. പിന്നെ തുളസി, നമ്മളെ ഈ കല്യാണം ഉണ്ടല്ലോ, നമ്മുടെ അമ്മാവൻ ഒരു ഈവന്റ് മാനേജ്മെന്റിനെയാണ് നേരത്തെ ഏൽപ്പിച്ചിരുന്നത്. പിന്നെ നീ ഞാൻ നമ്മളെ ഇരിപ്പ് വശം വെച്ചാണ് ഞാൻ നിന്നെ ഏൽപ്പിച്ചത്. നാളെ 9 മണിക്കാണ് മുഹൂർത്തം. ഒരു കാര്യത്തിനും കുറവ് വരരുത്. ഏറ്റെന്ന് പറഞ്ഞാ പറ, ചെയ്യണം. ഹാരത്തിന്റെ കാര്യമൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടല്ലോ. അതല്ല, മുരുകന്റെ പൂക്കടയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ബൊക്ക എന്റെ അണ്ണ മുരുകന്റെ പൂക്കടയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ജണ്ട് എന്റെ അണ്ണ എല്ലാ കിടിപിടി സാധനങ്ങളും മുരുകന്റെ പൂക്കടയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന്. കളിക്കാനുള്ള പണി നീരും എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ ഓഡിറ്റോറിയം ക്യാൻസൽ ചെയ്തിട്ടേ മുരുകന്റെ കടയിൽ വെച്ച് അങ്ങോട്ട് കല്യാണം നടത്തിയാൽ എന്താ? നല്ല ഐഡിയ കൊണ്ട് വന്നേക്കില്ല. അതൊക്കെ പോട്ട്. നിങ്ങൾ ഈ പാചകപ്പോരയിലും 10 ആൾക്കാർ കൊണ്ട സ്ഥലത്ത് ലൈറ്റ് ഇടാതെ ചിട്ടാ. എന്റെ അനന്തരമുള്ള കല്യാണമാണ്. എന്റെ അമ്മാവൻ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതായത് 10 ആൾ കൂടുന്നിടത്ത് ലൈറ്റ് ഇടാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചല്ലോ, കറക്റ്റ് ആയിട്ട് ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പാചകം ആരാണ്? ആമച്ചൽ തുളസിയുടെ പാചകം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഓടിക്കൂടുന്ന സ്ഥലം ഏതാണ്? കക്കൂസിന്റെ അടുത്തോട്ട്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ലൈറ്റ് അവിടെ അറേഞ്ച് ചെയ്തല്ലോ. എന്റെ ഭാഗം ക്ലിയർ ആണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, അടുത്ത കല്യാണത്തിന് കൊട്ടേഷൻ പിടിക്കുമ്പോഴത്തേക്ക് ഈ കക്കൂസിനോട് ഈ 6000 വാട്സുള്ള ഹാലജനും ഈ കുറച്ച് സീരിയസ് ബൾബും കുറച്ച് സ്മോക്കറൊക്കെ അങ്ങോട്ട് അടിച്ച് പൊളിക്കാൻ പറയല്ലേ. കളിയാക്കിയാലും മനസ്സിലാവാത്തൊരു ജമ്മ കിട്ടുന്ന കാര്യം പറയട്ടെ. അതായത് ഈ കല്യാണം നടത്തുന്നത് നമ്മളെ അമ്മാവനാണ്, മനസ്സിലായില്ല? ഈ അമ്മാവനാണെങ്കിൽ ചെവി കേട്ടൂടാ. പുള്ളി എടുത്ത് ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെയാണ് നിൽക്കുന്നത്. ഒരു ദിവസം ഒരു 10-25 അടിയൊക്കെ കിട്ടും. അതായത് നമ്മൾ പറയണല്ലോ പുള്ളി കേൾക്കണത്. ഈ പുള്ളിയുടെ ചെവി കേട്ടൂടായ്മ കൊണ്ട് ഈ കല്യാണം 8 പ്രാവശ്യമാണ് മടങ്ങി. അറിയാം, 1 2 3 8 പ്രാവശ്യം. ഇത് 9ാമത്തെ പ്രാവശ്യമാണ് ഈ കല്യാണം. അറിയാം? എന്റെ പൊന്ന് തുളസി, നമ്മൾ പറയണതൊന്ന് ഈ കിളവൻ കേൾക്കണതൊന്ന്, കിളവൻ ചെയ്യണമെന്ന്. എനിക്കിപ്പോ ഒരു സംശയമുണ്ട്. ഈ കിളവൻ കല്യാണം നടത്താനാണോ ഇവിടെ നിൽക്കുന്നത് അതോ മുടക്കാനാണോ നിൽക്കണമെന്ന് എനിക്കൊരു സംശയമുണ്ട്. മനസ്സിലായ? അതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ നിന്നോളണം. പിന്നെ ഞങ്ങളെ ഈ തറവാട്ടിലെ അവസാനത്തെ കല്യാണമാണ്. നാളെ കല്യാണം കഴിയണ പെട്ടെന്ന് ചേർക്കുന്ന കുട്ടികളുണ്ടാവൂലല്ലേ? കൊച്ചു പിള്ളേരില്ല, ജീവിച്ചു പോട്ട്. ഈ തലമുറയിൽ അവസാനത്തെ കല്യാണമാണ്. ഈ തലമുറയിലെ അവസാനത്തെ കല്യാണമാണ്. അതുകൊണ്ട് പ്രതാപത്തിനൊന്നും ഒരു കുറവും വരരുത്. പ്രതാപത്തിന് കല്യാണം നമ്മളെ വ്യത്യാസം. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ബാക്കി വെച്ച് പറഞ്ഞുതരാം, മനസ്സിലായ? എടാ, ഒരു കുറവും വരരുതെന്ന്. അത് എന്ത് സാധനം തികയാതെ വന്നാലും കറി തികയാതെ വരരുതേ തുളസി. സുരേഷേ, എടാ, ഒരു കല്യാണ വീടല്ലേ ഇത്? ഒരു പാട്ടും കൂത്തൊക്കെ വേണ്ടേ? മരണ വീടല്ലല്ലോ. അപ്പൊ ഈ കേക്കണത് പാട്ടല്ലേ? എടാ, കിളവന്റെ ചെവിയിലൊന്നും കേറണില്ലടാ. ഓഫി എടാ, ഓഫി. നീ പറഞ്ഞപ്പോഴാണ് അവന്മാര് കേട്ടത്. നല്ല പാട്ട്, വിജയയുടെ പാട്ട്. ഈ പാട്ടല്ലേ? എനിക്കറിയാം. ഇത്ര ഉത്തരവാദിത്തോടെ കഷ്ടപ്പെട്ട് ഞാൻ കല്യാണം നടത്തുന്നു. നിനക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ? കാര്യങ്ങളൊക്കെ ഉടമ്പരായിടക്കാം. എന്റെ പൊന്നമ്മാവ, എല്ലാ കാര്യങ്ങളെല്ലാം വളരെ മംഗളകരമായിട്ട് നടക്കും. എന്തൊരു പറയണ്? ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് കല്യാണം നടത്തണ്, നീ മംഗളമായിക്കൊണ്ടിരിക്കണടാ. ആരടുത്ത് പറയാ ഇതൊക്കെ? ഇതെടുത്ത് ചെവിയിലോട്ട് കുത്തിക്കേറ്റി. എടാ, ഇതില്ലയോ എന്റെ മരുമോൻ അന്ന് അമേരിക്കയിൽ കൊണ്ടുവന്ന സാധനമാ. ഇതൊരു മൊട്ടു സൂചി തറയെ വീഴുന്നാ മതി, ക്ലിങ് എന്ന് ശബ്ദം കേൾക്കും. അത്ര പവറായതിന്. അതിന്റെ വില? സമയം 9:30. എന്ത് എടാ സുരേഷേ, മറ്റവര് വന്നില്ല. മറ്റവര് എടാ, നാദസ്വരക്കാര് വന്നില്ലേന്ന്. നാസരക്കാര് ആക്ഷേതാണ്. നാസരക്കാര് പറയണത് നമ്മൾ അടുക്കളക്കകത്തൊന്നല്ല, അവരങ്ങ് തഞ്ചാവൂര് എന്നാണ് പറയണത്. ലേറ്റ് ആവും. തഞ്ചാവൂര് കല്യാണ വീട്ടിലാണോ കഞ്ചാവ് കൊണ്ട് വലിക്കുന്നത്? തെണ്ടി പട്ടി. കഷ്ടപ്പെട്ട് കല്യാണത്തിന് ഞാൻ ഇവിടെ കഞ്ചാവ് വലിക്കുന്നു. ഇത്രത്തോണ്ടവരൊക്കെ അങ്ങനെ കറിയിലൊക്കെ വെള്ളം നിറച്ച. അയ്യോ, കൊള്ളാം, നന്നായിരിക്കുന്നു. ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് ഫോൺ വിളിച്ചോണ്ടിരിക്കും. ഫോൺ വിളിക്കണല്ലേ? പറട്ട കളവിട്ട് അടിച്ച് കയറ്റി തന്നെ. ഞാൻ പറഞ്ഞു ഒന്ന് കളവ് കേട്ടോ ഒന്ന്. അതല്ല പോട്ടെ. ഈ കല്യാണം നടത്തുന്നത് ഞാനാണ്. നിനക്ക് എന്തെങ്കിലും കാര്യം ചോദിക്കാവുണ്ടെങ്കിൽ നീ എന്നോട് ചോദിക്കണം, അവനോട് ചോദിച്ചിട്ട് കാര്യമില്ല. അതെ അമ്മാവ, ഇങ്ങനെ കൂടെ വെച്ചോ.
എടാ ആണ് എന്തിനാണ് അവിടെ കൊണ്ടുവരുന്നത്? അതെ 50 കിലോ വാങ്ങിച്ച് 10 കിലോ മിച്ചം വന്ന് ആ മിച്ചം വന്ന് എന്ത് ചെയ്യണം? വെട്ടിയരിഞ്ഞ് പായസത്തിലിട്. കുടിക്കുമ്പോ തൊണ്ട ചൊറിയത്തില്ലേ? എടാ പൈസ മുടക്കുന്ന എനിക്ക് ചൊറിയത്തില്ല, പിന്നെ അല്ലേ കുടിക്കുന്നവർക്ക്. നീ വെട്ടിയരിഞ്ഞ് ഇടാറൊക്കെ അങ്ങോട്ട്. ഈ കളവന്ന് പറഞ്ഞു വിടി എന്റെ പൊന്നണ്ണ, ആവശ്യമില്ലാതെ എല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായ അമ്മാവൻ കലിപ്പിലാണ്. കലിപ്പാകുമ്പോഴാണ് ഇങ്ങനെ ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. കറി സാധനങ്ങളൊക്കെ റെഡി തന്നെ. എന്റെ അണ്ണ ഞാൻ പറഞ്ഞത് എല്ലാ കറി സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് കാണിച്ചു കൊടു, അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കും. അമ്മാവാ എല്ലാ കറി സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാണിച്ചു തരട്ടാ. ഒരു കാര്യം, ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് നാട്ടുകാരെ കൊണ്ട് ഞാൻ കഴിപ്പിക്കൂ. സാധനങ്ങളൊക്കെ റെഡിയാണോ? എല്ലാം റെഡിയാണ്. അതെന്തോ ആയിരിക്കുന്നേ? അത് സാമ്പാർ, ഇത് അവിയല്, കാണുന്ന തോരൻ, അത് പച്ചടി, മറ്റത് വെച്ചടി, അല്ല കിച്ചടി, അപ്പുറത്ത് തേയിലുള്ള ഇരിപ്പുണ്ട്. മനസ്സിലായ? അല്ല തേയിലുള്ള ഇരിപ്പുണ്ടെന്ന്. പിന്നെ ഇതൊക്കെ എനിക്ക് കവാത്തിലൂടെ നിസ്സാര കേസ്. പാടുള്ള പണി ഇനി കിടക്കയല്ലേ? പാടുള്ള പണിയുണ്ടോ? ഈ ആയുധം വെച്ചുള്ള കളിയാണ്, മാത്രമല്ല തീയിലുള്ള കളിയാണ്. ആയുധം വെച്ചുള്ള എന്തോന്ന് പാചകമാണുള്ളത്? ഹെൽമെറ്റ് വെച്ച് ഞാൻ ചെയ്യുള്ളൂ. ഈ പപ്പടം കുത്തണത്, പപ്പടം കാച്ചുന്നത്, കമ്പ്യൂട്ടർ കുത്തി എണ്ണൊക്കെ തെറിച്ച് കഴിക്കും. എനിക്ക് ഭയങ്കര പേടിയാണ്. അത് ഭയങ്കര പേടിയാണ്. എന്താ സാധനം? ഇതെന്താ സാധനം? ഇത് നിങ്ങൾക്ക് വേണ്ടിട്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയുള്ള സാധനമാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം കാര്യം പറഞ്ഞാൽ മതി. എനിക്കറിയണം, എന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണം. കഴിച്ച് നോക്ക്. സൂപ്പർ. എടാ ഇവ പാചകം കൊളാക്കി, എന്റെ കൊച്ചിന്റെ കല്യാണം ഇല്ലാതാക്കി. ഈ കല്യാണം മുടക്കും. എന്ത് സാധനമായി ഉണ്ടാക്കി വെച്ചേക്കുന്ന ചെറുകൈ. കഴിച്ചോക്കെ അങ്ങോട്ട്. കഴിച്ചിട്ട് എന്താ കുഴപ്പം? കൊള്ളത്തില്ലെന്ന്. കൊള്ളത്തില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അത്. ഞാനേ ഒരു 10,000 വീട്ടിൽ പുള്ളി പാചകം ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. അന്തസ്സായിട്ട് പാചകം ചെയ്യണം കണ്ടിട്ടുണ്ട്. ഞാൻ വിളിച്ച ഒരു വ്യക്തി അങ്ങനെ മോശക്കാരനാൻ വഴിയില്ല. കേട്ടോ തുളസി? കളം പറഞ്ഞ അങ്ങനെ ആണെങ്കിൽ അറിയണമല്ലോ സംഭവം. ഒഴിയുടെ കേട്ടോ, ഒഴിയടി. എങ്ങനെ ഉണ്ട്? എങ്ങനെ ഉണ്ട്? എങ്ങനെ ഉണ്ട്? ഇതാടാ മനുഷ്യൻ കഴിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആര് സമാധാനം പറയോടെ? പട്ടിക്കാട്ടോടാ ഇത്. ഒരു കാര്യം ചെയ്യും, എല്ലാം കുഴിവെട്ടി മൂട്. കുഴിവെട്ട്, കുഴിയേട്, കുഴിയേട്, രാഘവ കുഴിയേട്, കുഴിയേട്. ആര് പറഞ്ഞു ഉണ്ടാക്കിയ സാധനമാണ് കുടിയിലിട്ട് മൂടണെന്ന്? നിന്നാണ് അതിനകത്തിട്ട് മൂടാൻ പോണത്. സുരേഷേ വെട്ടി മൂറായവന്.